ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ 24 meter high from the foot of another tower in the same plane is 60 degree. നമുക്ക് ആദ്യം രണ്ട് ടവർ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് എ ടവർ 24 meter high from the foot of another tower in the same plane is 60 degree. രണ്ട് ടവർ നമുക്ക് വരയ്ക്കാം. ഫസ്റ്റ് ടവർ, സെക്കൻഡ് ടവർ. ഈ ടവറിൻ്റെ ഹൈറ്റ് സേ 24 meter. ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇത് ബേസ് ആണ്. ബേസും കൂടി വരയ്ക്കുക. ഈ രണ്ട് ടവറിനെയും കണക്ട് ചെയ്യുന്ന ബേസ് ആണ് ഗ്രൗണ്ട്. നമ്മൾ ഈ ടവർ, ഈ ചെറിയ ടവറില്ലേ, ഇതിൻ്റെ ബേസിലിരുന്നിട്ട് ഇതിൻ്റെ ടോപ്പ് വാച്ച് ചെയ്യുമ്പോൾ 60 degree ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ടെന്നാണ് പറയുന്നത് അല്ലേ? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ ടവർ 24 meter. 24 meter ഹൈറ്റുള്ള ടവറിൻ്റെ അപ്പർ പോയിന്റ് ഇല്ലേ, മേക്ക് ആൻ ആംഗിൾ 60 degree വിത്ത് ദിസ് പോയിന്റ്. അപ്പോൾ ഞാൻ ഈ ടവറിൻ്റെ ബേസ് ഫൂട്ടിൽ ഇവിടെ നിന്നിട്ട് വാച്ച് ചെയ്യുമ്പോൾ ഈ ടോപ്പ് പോയിന്റ് എത്ര ആംഗിളിൽ കാണാൻ പറ്റും? 60 degree ആംഗിളിൽ കാണാൻ പറ്റും. 60 degree. ഓക്കെ ആണ്. ഇനി വേറെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അടുത്ത സെൻറ്റൻസ്, ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സെക്കൻഡ് ടവർ. അതായത് ഇതാണ് ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ടവർ 24 meter ഹൈറ്റ് ഉള്ളത്. ഇനി സെക്കൻഡ് ടവർ എത്രയാണ്? ദ ആംഗിൾ ഓഫ് എലിവേഷൻ ഓഫ് ദ ടോപ്പ് ഓഫ് ദ സെക്കൻഡ് ടവർ ഫ്രം ദ ഫൂട്ട് ഓഫ് ദ ഫസ്റ്റ് ടവർ ഈസ് 30 degree. അപ്പോൾ ഈ ടവറിൻ്റെ ബേസിലിരുന്നിട്ട് ഇതിനെ വാച്ച് ചെയ്യുമ്പോൾ 30 degree ആംഗിൾ ഓഫ് എലിവേഷൻ ഉണ്ട്. ഇപ്പോൾ ഏത് ആംഗിളാണെന്ന് മനസ്സിലായല്ലോ? ഈ ടവറിൻ്റെ ഫൂട്ടിലിരുന്നിട്ട് ആ ടവറിൻ്റെ ടോപ്പ് പോയിന്റ് വാച്ച് ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് എലിവേഷൻ 30 degree ആണ്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഈ രണ്ട് ടവറിനിടയ്ക്കുള്ള ഡിസ്റ്റൻസ് കാണണം. അതുമാത്രം പോരാ, ഓൾസോ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ദ വയർ അറ്റാച്ച്ഡ് ടു ദ ടോപ്പ് ഓഫ് ദ ബോത്ത് ടവർ. ഈ രണ്ട് ടവറിൻ്റെ ടോപ്പ് പോയിന്റിൽ നമ്മളൊരു ഒരു വയർ കണക്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ലെങ്ത്തും കാണണം. ഏത് വയറാണെന്ന് മനസ്സിലായോ? അതേ ഇങ്ങനെ യെല്ലോ കളറിൽ കാണിച്ചിരിക്കുന്നത് മനസ്സിലായില്ല? ഈ രണ്ട് ടവറിൻ്റെ ടോപ്പ് പോയിന്റിൽ കണക്ട് ചെയ്യുന്ന രീതിയിലൊരു വയർ വേണം. അതിൻ്റെ ലെങ്ത്തും കൂടി കാണാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ലെങ്തി പ്രോബ്ലമാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ വെർട്ടീസിന് പേര് കൊടുക്കാം അല്ലേ? എ, ബി, സി, ഡി. കറക്റ്റ് അല്ലേ? നമുക്ക് ആദ്യം തന്നെ ബി സി കണ്ടുപിടിക്കണം. ശരിയല്ലേ? നമുക്ക് ബി സിയും എ ബി എല്ലാം കാണാൻ പറ്റും. എന്തായാലും നമുക്ക് ബി സി കാണാൻ പറയുന്നുണ്ട് അല്ലേ? നമ്മൾ എന്തായാലും ആദ്യം തന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ടാൻ എടുക്കാൻ ശ്രമിക്കുക മാക്സിമം. ഹൈറ്റ് കാണണമെങ്കിൽ ഹൈറ്റും ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനും ടാനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എ ഡി കാണുന്നത് എങ്ങനെയാണെന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ലെറ്റ് us ഫൈൻഡ് ഔട്ട് ബി സി. ബി സി കാണാൻ പറയുന്നുണ്ടല്ലോ. ബി സി കാണാൻ പറയുന്നുണ്ട്. ഇവിടെ ഒരു 60 degree എന്ന് പറഞ്ഞൊരു ആംഗിൾ കാണാം അല്ലേ? ടാൻ 60 എന്താണെന്ന് പറയാമോ? ടാൻ 60 degree മനസ്സിലായോ? അതെ, ഈ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നോക്കാം. ടാൻ 60 എന്താ? 60യുടെ ഓപ്പോസിറ്റ് സൈഡ് 24. അഡ്ജസ്റ്റൻറ്റ് സൈഡ് അറിയില്ല. ബി സി എന്ന് എഴുതിയേര്, അല്ലെങ്കിൽ എക്സ് എന്നോ എന്തെങ്കിലും ലെറ്റർ വെച്ച് ഡിനോട്ട് ചെയ്യാം വേണമെങ്കിൽ. ശരിയല്ലേ? ബി സി കാണാൻ പറയുന്നുണ്ട് ക്വസ്റ്റ്യനിൽ. ടാൻ 60 = 24/BC. ടാൻ 60യുടെ വാല്യൂ √3 അല്ലേ? 24/BCനെ നമുക്കപ്പോൾ എങ്ങനെ എഴുതാം? √3 എന്ന് എഴുതാൻ പറ്റും. ഇവിടെ ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ബി സി കിട്ടിയില്ലേ? എങ്ങനെ? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ √3 × BC. ശരിയല്ലേ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആവുന്നുണ്ടോ? √3 × BC 24. അപ്പോൾ ബി സി എന്ത് വരും? 24/√3 ആവും. 24/√3 മീറ്റർ. റാഷണലൈസ് ചെയ്തിട്ടാണ് നമ്മൾ സാധാരണ എഴുതാറ്. റാഷണലൈസേഷൻ. താഴത്തെ റൂട്ട് കളയണം. താഴത്തെ സ്ക്വയർ റൂട്ട് കളയണമെങ്കിൽ മുകളിലും താഴെയും √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ പോവില്ലേ? നോക്കിയേ, ന്യൂമറേറ്റർ ഡിനോമിനേറ്റർ √3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ താഴത്തെ റൂട്ട് പോവും. ന്യൂമറേറ്റർ 24√3 വരും. താഴെ √3 × √3 3 ആണ്.
അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ 24/3 എന്നുള്ളത് 8 ആവും. 8√3. അപ്പോൾ ബി സി ഈക്വൽ ടു 8√3 അല്ലേ? മീറ്റർ. √3യുടെ വാല്യൂ വേണമെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, അതായിരിക്കും നല്ലത്. 8√3 എന്ന് പറയുമ്പോൾ √3യുടെ വാല്യൂ ബൈ ഹാർട്ടാക്കി വെക്കണം. 8 × √3 എന്ന് പറഞ്ഞാൽ 1.73 ആണേ. ഓക്കെ, അത് ബൈ ഹാർട്ടാക്കി തന്നെ വെച്ചോ. അത് ചിലപ്പോൾ അത് ക്വസ്റ്റ്യൻ തരും, തന്നില്ലെങ്കിലും അത് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. 13.84 മീറ്റർ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവർ കിട്ടി. അതിവിടെ എഴുതി വെക്കണം സെൻറ്റൻസിൽ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടവേഴ്സ് ഈസ് ഈക്വൽ ടു 13.84 മീറ്റർ കിട്ടി. ഫസ്റ്റ് പാർട്ടേ കഴിഞ്ഞിട്ടുള്ളൂ. ഇനി എന്താണ് അടുത്ത സ്റ്റെപ്പ്? അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് കാണേണ്ടത് എ ഡി ആണ്. എ ഡിയുടെ ലെങ്ത്ത് കാണാനായിട്ട് എന്തെങ്കിലും വല്ല ഐഡിയ ഉണ്ടോ? എ ഡിയുടെ ലെങ്ത്ത് കാണാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? എ ഡിയുടെ ലെങ്ത്ത് കാണാനായിട്ട് ഒരു ഐഡിയ പറഞ്ഞുതരാം. നമുക്ക് എ ബിയും കൂടി ഒന്ന് കണ്ടാലോ? ഈ ടവറും കൂടെ, ഒരു ടവർ ഉണ്ടല്ലോ, എ ബിയുടെ ഹൈറ്റും കൂടിയും കണ്ടാലോ? കാരണം അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു വഴിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരയ്ക്കും. നമ്മൾ ഈ ഡിസ്റ്റൻസ് നമുക്ക് കാണാൻ എളുപ്പമാവും. താഴത്തെ ഡിസ്റ്റൻസ് നമുക്കറിയാം, ഈ മാർക്ക് ചെയ്ത ഡിസ്റ്റൻസ് കാണാൻ എളുപ്പമാവും. എ ബിയും കൂടി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡിസ്റ്റൻസ് കാണാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? സോ ഞാൻ എ ബി കാണാൻ പോവാണ് കേട്ടോ. എ ബി കാണണമെങ്കിൽ നമ്മൾ ഈ 30 ഡിഗ്രി ഇതുവരെ യൂസ് ചെയ്തിട്ടില്ലല്ലോ. എ ബി കാണണമെങ്കിൽ tan 30 എടുക്കാമല്ലോ. tan 30 എടുക്കാൻ പോവാണ്. ക്ലിയർ ആയല്ലോ? tan 30 എടുക്കാൻ പോവാണേ. tan 30 ഡിഗ്രി എന്താണെന്ന് നോക്കിയേ. 30 ഡിഗ്രിയുടെ നേരെ ഓപ്പോസിറ്റ് വരുന്ന ആളല്ലേ എ ബി. എ ബി ഡിവൈഡഡ് ബൈ അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബി സി ആണ്. അഡ്ജസ്റ്റൻറ്റ് സൈഡ് എന്താണ്? ബി സി ആണ്. ബി സി എന്ന് പറഞ്ഞാൽ 13.84. ഞാൻ 8√3 എന്ന് എഴുതിക്കോട്ടെ, കാരണം ഇവിടെ ഒരു സിംപ്ലിഫിക്കേഷൻ നടക്കും, അതുകൊണ്ടാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ tan 30 എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ബൈ അഡ്ജസ്റ്റൻ്റ് ആണ്. ഓപ്പോസിറ്റ് എ ബി അറിയില്ല. അഡ്ജസ്റ്റൻറ്റ് സൈഡ് ബി സി ആണ്, അത് 8√3. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ആണെങ്കിൽ എ ബി ഈസ് ഈക്വൽ ടു 8√3 tan 30 എന്ന് കിട്ടും. മനസ്സിലായില്ലേ? ഇത് ഇങ്ങനെ അങ്ങോട്ട് ക്രോസ് ചെയ്തതാ, ഇങ്ങനെ. അപ്പോൾ എ ബി ഈക്വൽ ടു 8√3 ഇൻറ്റു tan 30 ഡിഗ്രി. tan 30 ഡിഗ്രി 1/√3 അല്ലേ? ഇവിടെ √3 വെട്ടിപ്പോയിട്ട് എ ബി ഈക്വൽ ടു 8 കിട്ടും. 8 മീറ്റർ കിട്ടും. അപ്പോൾ ഇത് എത്രയാണ്? എ ബി എത്രയാണ്? 8 മീറ്റർ അല്ലേ? 8 എന്ന് എഴുതി വെക്കാം. 8 മീറ്ററാണ് എ ബിയുടെ ലെങ്ത്ത്. ഹൈറ്റ് 8 മീറ്ററാണ്. ഈ പോയിന്റിന് ഞാൻ വല്ല ഡി എന്നങ്ങാനും പേര് കൊടുത്തോട്ടെ, ഇ. അപ്പോൾ ഡി ഇ എന്താണെന്ന് പിക്ചർ കണ്ടാൽ തന്നെ മനസ്സിലാവും. എ എന്ന് ഞാൻ ഗ്രൗണ്ടിന് പാരലായിട്ട് ഒരു ഹൊറിസോണ്ടൽ ലൈൻ വരച്ചു. ഈ ഡി ഇ എന്നുള്ളത് പിക്ചർ കണ്ടാൽ തന്നെ അറിയാമല്ലോ. 24 - 8 ആണ്. കാരണം ഇത്രയും ഹൈറ്റ് 24 ആണ്. ഈ ടോട്ടൽ ഹൈറ്റ് 24 ആണെന്ന് അറിയാം. അതിൽ 8 മീറ്റർ മൈനസ് ചെയ്യാം. ഇത്രയും ഭാഗം 8 ആയിട്ട് പോകുമല്ലോ. 24 - 8 എത്രയാണ്? 16 മീറ്റർ വരും. ഇവിടെ എത്ര വരും? 16 മീറ്റർ. ഡി ഇ ആണ്, ഡി ഇ. അതിവിടെ എഴുതി വെക്കാം സ്റ്റെപ്പ്. ഡി ഇ ഈക്വൽ ടു 24 - 8 16 മീറ്റർ ആണ്. ഫിഗർ കണ്ടാൽ തന്നെ അറിയാമല്ലോ നമുക്ക്. എ ഇ എന്താണ്? എ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി സി തന്നെയല്ലേ? ഇവിടെ നോക്കിയേ, എ ഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എ ഇ എന്ന് പറഞ്ഞാൽ ബി സി തന്നെയാണ്. അതായത് 8√3 തന്നെയാണ്. 13.84 ചെയ്ത കാൽക്കുലേഷൻ ടഫാവും. എ ഇ എന്ന് പറഞ്ഞാൽ ബി സി, അതായത് 8√3 ആണ്. അപ്പോൾ ഇത് റൈറ്റ് ആംഗിൾഡ് ആണെന്ന് അറിയാം. പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ എ ഡി കിട്ടിയില്ലേ? ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കാണാൻ പറ്റുന്നില്ലേ? ഉണ്ടല്ലോ. യെസ്, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അതിൽ എ ഇ അറിയാം,
ഡി ഇയും അറിയാം. പൈതഗോറസ് തിയറം യൂസ് ചെയ്താൽ എ ഡി കിട്ടും. പൈതഗോറസ് തിയറം പ്രകാരം എ ഡി സ്ക്വയർ ഈക്വൽ ടു എന്തായിരിക്കും? എ ഇ സ്ക്വയർ പ്ലസ് ഡി ഇ സ്ക്വയർ. എ ഇ എന്ന് പറഞ്ഞാൽ 8√3 ആണ്. 8√3 സ്ക്വയർ പ്ലസ് പിന്നെന്താണ് വരുന്നത്? ഡി ഇ സ്ക്വയർ. ഡി എത്രയാണെന്ന് പറഞ്ഞത്? 16 സ്ക്വയർ അല്ലേ? ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. കാൽക്കുലേഷൻ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. 8 സ്ക്വയർ 64, √3 സ്ക്വയർ 3 ആണ്, 16 സ്ക്വയർ 256 ആണ്. കാൽക്കുലേഷൻ ഞാൻ പറയുന്നില്ല. ചെയ്തു വരുമ്പോൾ എന്താ കിട്ടിയതെന്ന് പറഞ്ഞുതരാം. ചെയ്തു വരുമ്പോൾ 448 കിട്ടും. അപ്പോൾ എ ഡി ഈക്വൽ √448 മീറ്റർ. ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ റൂട്ട് അല്ല. അപ്പോൾ വേണമെങ്കിൽ ഇവിടെ വെച്ച് നിർത്താം, അതല്ലെങ്കിൽ വേണമെങ്കിൽ ഒന്നും കൂടി ഇതിനെ റെഡ്യൂസ് ചെയ്തിട്ട് കൊണ്ടുവരാം. ഏതായാലും ഇനി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണില്ല. എന്തായാലും സിംപ്ലിഫിക്കേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പോൾ എ ഡിയുടെ ലെങ്ത്ത് √448 മീറ്റർ ആണ്. അതിൻ്റെ വാല്യൂ എക്സാക്ട്ലി കാണാൻ പറ്റില്ല, അതുകൊണ്ട് അവിടെ എഴുതി നിർത്താണ്.